വേണ്ട സിനി. ഇപ്പോ ടെൻഷനൊക്കെ അവസാനിച്ചില്ലേ മാം? എല്ലാരും ആഗ്രഹിച്ച പോലെ ഗാതമ്മയുടെ കളരിക്കലെത്തിയില്ലേ മാം? ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായില്ലേ? ഞാൻ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കും. എനിക്ക് വിശപ്പില്ല സിനി. ഇനി ഇങ്ങനെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തായാലും ഈ സങ്കടമൊക്കെ മനസ്സിൽ നിന്ന് ഇറക്കി വെച്ചാലേ പറ്റുള്ളൂ. പ്ലീസ് മാം. സിനി, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ഉള്ളിന്നൊരു ചോദ്യം. മുമ്പൊക്കെ ഒരു കാര്യം ചെയ്താല് അത് ശരിയാണെന്ന് ഞാൻ ആരുടെ മുന്നിലും തർക്കിച്ച് ജയിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോ എന്നോട് പോലും തർക്കിച്ച് ജയിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ മോളുടെ ആഗ്രഹം നടത്തി കൊടുത്തു, അമ്മ ജയിച്ചു. പക്ഷേ അത് ജയമൊന്നുമല്ല, ഏറ്റവും വലിയ തോൽവിയാണെന്ന് കൃഷ്ണയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മാം, നമുക്കിനി ഗാതമേടത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പറ്റൂ. ഇടയ്ക്ക് വന്ന ഒരു അതിഥിയായിട്ട് കൃഷ്ണയെ മറന്നു കളയണം, അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. മാം വന്ന് കഴിക്കാൻ നോക്ക്. നീ പോയിക്കോ സിനി. കുറച്ചെങ്കിലും കഴിക്കും മാം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? കുറച്ച് സമയം എന്നെ വിട്ടേക്ക്, അല്ലെങ്കിൽ ദേഷ്യമോ സങ്കടമോ എന്താ വരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പ്ലീസ്. കാന്താര ദി ലെജൻഡ് ചാപ്റ്റർ 1 ജനുവരി 24 ശനിയാഴ്ച രാത്രി 7 മണിക്ക്. നാളെ വരും. ഓക്കെ. ശരി, ഓക്കെ. മാഡം, വേറൊന്നും തോന്നരുത്. കൃഷ്ണ സർവബലിയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും വലിയ വിഷമത്തിലായിരുന്നു. എന്താ ഉണ്ടാകാന്ന് അറിയില്ലായിരുന്നല്ലോ. മാത്രമല്ല, കൃഷ്ണ ഇല്ലാത്തോണ്ട് തങ്കേച്ചിയുടെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാ 3-4 ദിവസമായിട്ട് ഞാൻ വരാതിരുന്നത്.